അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ തരിയുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെ പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിലോ കുഴപ്പമില്ല. കുറച്ച് തരി വേണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര കപ്പ് പുട്ടുപൊടി എടുത്തോ അതേ അളവിൽ തന്നെ വെള്ളവും എടുക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് പുട്ടുപൊടിയല്ലേ എടുത്തിട്ടുള്ളത്, ആ 1 കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് വീണ്ടും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ ബ്രാൻഡ് പുട്ടുപൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. ബാക്കി 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ പുട്ടിൻ്റെ ആ പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഈ കുഴഞ്ഞിരിക്കുന്നതൊക്കെ മാറി മാവ് നല്ല സോഫ്റ്റായിട്ട് അങ്ങ് കിട്ടും. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് കുറച്ച് സമയം മൂടി വയ്ക്കാം. കുറച്ച് സമയം മൂടി വെച്ചാൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ മൂടി വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ ഈ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെള്ളമൊക്കെ പിടിച്ച് സെറ്റായി കിട്ടുള്ളൂ. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോവും. നമുക്കിത് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുഞ്ഞു സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. അപ്പോൾ സവാളയൊക്കെ വാടി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുഴഞ്ഞു പോകരുത്. ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളക് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കരുത്. മുളക് പൊടിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിറം മാറിപ്പോവും, ഒരു ചുമന്ന കളറിലായി പോവും. അപ്പോൾ അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വലിയ കറിവേപ്പില ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതങ്ങ് വയന്ന് വരേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് മാറണം. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും എടുക്കാം. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയിലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് ചേർക്കാനുണ്ട്, ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്കാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുന്നത്. ഞാൻ 2 രീതിയിലുള്ള സവാള വെച്ചിട്ടുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത്. ഒന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടും മറ്റൊന്ന് അരിപ്പൊടി വെച്ചിട്ടുമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്.
പുട്ടുണ്ടാക്കാൻ കുറച്ചും കൂടെ നല്ലത് കടയിൽ നിന്നും വാങ്ങുന്ന ഗോതമ്പ് പൊടിയേക്കാളും നമ്മൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഗോതമ്പ് പൊടിയെല്ലാം ഉണ്ടല്ലോ, അതായിരിക്കും കുറച്ചും കൂടെ പുട്ടുണ്ടാക്കാൻ നല്ലത്. നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി ഇതൊന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളത്തിന്റെ നനവുണ്ട്, അപ്പൊ മാവുമായിട്ട് ഇതുപോലെ തിരുമി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ച് മാവ് നനച്ചെടുക്കാൻ. അപ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് മാവ് എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല, നല്ലോണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ച് കൊടുക്കുക. ഇതുപോലെ തളിച്ചിട്ട് ഇതുപോലെ മാവ് നനച്ചെടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കുടഞ്ഞ് തളിച്ചെടുക്കുക. അപ്പോൾ മാവ് നനച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും കെട്ടാതെ നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിരകിയ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചെറിയൊരു പുട്ടുകുറ്റിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ കുറ്റിയിലും ചെയ്യാവുന്നതാണ്. തേങ്ങയൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ഈ മാവങ്ങ് നിറച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്. ഇപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്യാതെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. മാവങ്ങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി കൊടുക്കാം. ഒരുപാട് ഇതുപോലെ വേണം വെക്കാനായിട്ട്, അമർത്തി കൊടുക്കരുത്, ഒട്ടിപ്പിടിക്കും ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പം ഞാൻ ഈ പുട്ട് ആവിയേറ്റി എടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ട് കുടത്തിലും വെള്ളം വെച്ചിട്ട് പുട്ട് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് ഇതിൽ കൂടെ ആവി വരുന്നുണ്ട്, ഈ ഹോളിൽ കൂടെ ആവി വരുന്നുണ്ട്. ഇതുപോലെ പുട്ടുകുറ്റിയുടെ അടിയിലും ഒരു ഹോളുണ്ട്. കുക്കറിൻ്റെ ഹോളിൽ വരത്തക്ക വിധം വെച്ച് കൊടുക്കുക. ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ 7 മിനിറ്റായി പുട്ട് ആവിയേറ്റി വേവിച്ചെടുക്കാൻ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി പുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചില്ലങ്ങ് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ സവാള വെച്ചിട്ടുള്ള പുട്ട് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ പുട്ട്. അപ്പോൾ തേങ്ങയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഈ ഗോതമ്പ് പൊടിയും സവാളയും വെച്ചിട്ടുള്ള പുട്ട് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഗോതമ്പ് പുട്ട് തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം പുട്ടുപൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ പുട്ടുപൊടി ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വയറ്റി വെച്ചതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതങ്ങ് മുഴുവനും ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 2 പുട്ടിനും, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പുട്ടിനും ഈ പുട്ടിനും പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. നേരത്തെ തയ്യാറാക്കിയ ഗോതമ്പ് പുട്ടാണെങ്കിൽ ഈസിയാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. സവാള ഒന്നും വയറ്റി ചേർത്തിട്ടില്ലല്ലോ. ഒരു തുള്ളി എണ്ണയോ തേങ്ങയോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ പുട്ട് തയ്യാറാക്കുന്നത് ഇതുപോലെ നീളമുള്ള പുട്ടുകുറ്റിയിലാണ്. ചെറിയ നേരത്തെ പുട്ടുകുറ്റി ആയാലും കുഴപ്പമില്ല. പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് വീണ്ടും നടുഭാഗത്ത് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ പുട്ടുപൊടി നിറച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് തേങ്ങ ചിരകിയത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ആവിയേറ്റി എടുത്തതുപോലെ തന്നെ ഇതും നമുക്ക് പുട്ട് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. നേരത്തെ പുട്ട് ആവിയേറ്റി വേവിച്ചെടുത്തതുപോലെ ഇതും ഈ പുട്ടുകുറ്റിയിൽ ഹോളുണ്ട്, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് നല്ലതുപോലെ ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നല്ലോണം ആവി വരണം. നമ്മൾ പുട്ട് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ നിന്നും പുട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അടിപൊളി. പൊടിഞ്ഞൊന്നും പോവാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ചില്ലെടുത്ത് മാറ്റാം. അപ്പോൾ രണ്ടാമത്തെ കുറ്റിപ്പുട്ടും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ 2 കുറ്റി പുട്ടാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. കുറച്ച് വലുപ്പമുള്ള കുറ്റിയാണ്. അപ്പോൾ ഈ പുട്ടിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള, ഒട്ടും എണ്ണ ചേർക്കാതെയും തേങ്ങ ചേർക്കാതെയും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പുട്ടാണ് ആദ്യം തയ്യാറാക്കിയത്. ഇതും സവാള വെച്ചിട്ടുള്ള പുട്ടാണ്, പക്ഷെ നമ്മൾ കുറച്ച് എണ്ണയും ചെറിയ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ പുട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്